A1 ന്യൂസിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ, എന്ന് വെച്ചാൽ കാസർഗോഡ് ജില്ല എന്ന് പറയുമ്പോൾ കാസർഗോഡ് ജില്ലയുടെ മറ്റൊരു തലയ്ക്കുമല്ല, കണ്ണൂർ ജില്ലയോട് ചേർന്ന് കിടക്കുന്ന ചെറുപുഴ ടൗണിൻ്റെ 1.5 കിലോമീറ്റർ മാത്രം ദൈർഘ്യമുള്ള ദൂരമുള്ള പ്രദേശത്ത് താമസിക്കുന്ന അപ്പൻചേട്ടൻ എന്ന വ്യക്തിയാണ്. ഈ അപ്പൻചേട്ടനെ പറ്റി പറയുമ്പോൾ അപ്പൻചേട്ടൻ ആരാണ് എന്നുള്ളത് ഒന്ന് പറയാതിരിക്കുക വയ്യ. കുറേ വർഷങ്ങളായി ജനജീവിതം സന്തോഷപ്രദമാക്കുവാൻ വേണ്ടി ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ അല്ലെങ്കിൽ LIC എന്ന പ്രസ്ഥാനത്തിലൂടെ ജനങ്ങൾക്ക് സുപരിചിതനായ വ്യക്തിയാണ്. എന്നാൽ ഈ അടുത്ത കാലത്താണ് നമ്മൾ അറിയുന്നത് അപ്പൻചേട്ടൻ്റെ ഉള്ളിൽ ഒരു കവിയുണ്ട്, ഒരു കലാഹൃദയമുണ്ട് എന്നുള്ളത്. ചില നാടകങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമങ്ങളിലുള്ള നാടകങ്ങളിലും അതുപോലെ ടെലിഫിലിമുകൾ, ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് 6ഓളം സിനിമകളിലും അഭിനയിച്ച് അഭിനയത്തിൻ്റെ പാടവം തെളിയിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് അപ്പൻചേട്ടൻ. അപ്പോൾ അപ്പൻചേട്ടനെ പറ്റിയുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. അപ്പൻചേട്ടൻ നമസ്കാരം. നമസ്കാരം. അപ്പൻചേട്ടൻ, നമ്മളിപ്പോൾ ഈ പരിപാടി ചെയ്യാനുള്ളൊരു കാരണം, അപ്പൻചേട്ടൻ ഏതോ ഒരു കവിതാ സമാഹാരം ഇതിൽ ചെയ്യുന്നതായിട്ട് ഞാൻ വാർത്ത ഇങ്ങനെ കണ്ടു. അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ്. എന്താണത്? അത് നീലീശ്വരത്തുള്ള ധ്വനി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിൻ്റെ കവിതാ സമാഹാരമാണ്. അതിൽ എൻ്റെ ഒരു 2 കവിതയും കൂടെ അവർ ചോദിച്ചു, കൊടുത്തു, അത്രയേ ഉള്ളൂ. അപ്പം ചേട്ടൻ ആദ്യമായിട്ടാണോ കവിത എഴുതുന്നത്, അതെയോ ഇതിനു മുമ്പ് കവിത എഴുതിയിട്ടുണ്ട്, പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്ന് മാത്രം. ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട്, കഥ എഴുതിയിട്ടുണ്ട്, ചെറുകഥ എഴുതിയിട്ടുണ്ട്. അപ്പം ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ LIC എന്നുള്ള പ്രസ്ഥാനത്തോടൊപ്പം തന്നെ കലാപരമായിട്ടുള്ള കഴിവുകളും വികസിപ്പിച്ചെടുപ്പിക്കുക, അല്ല പിന്നെ അത് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. അതിൽ പിന്നെ ക്യാമറയ്ക്ക് മുമ്പിൽ ആദ്യമായിട്ട് അഭിനയിച്ചത് സുരേഷ് മോനിപ്പള്ളിയുടെ ഒരു ഷോർട്ട് ഫിലിം. സുരേഷ് മോനിപ്പള്ളി എന്ന് പറയുമ്പോൾ ഞാൻ തന്നെയാണ്. അതെ, അദ്ദേഹത്തിൻ്റെ ഒരു ഷോർട്ട് ഫിലിമിലാണ്. അതുപോലെ ഒരു സിനിമയിലും എന്നെ സഹായിച്ചത്, ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കാൻ അവസരം ഉണ്ടാക്കി തന്നതും സുരേഷ് മോനിപ്പള്ളിയാണ്. അല്ല പിന്നെ അപ്പം ചേട്ടാ, ഞാനത് പ്രത്യേകിച്ച് പറയുന്നത്, നമ്മുടെ മലയോര മേഖലയിൽ നമ്മുടെ ഈ പ്രദേശങ്ങളിലൊക്കെ ആയിട്ട് ഒരുപാട് കലാകാരന്മാരുണ്ട്. ആ കലാകാരന്മാരെ ഒന്നും ഉയർച്ചയിലേക്ക് വരുന്ന കാണുന്നില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൂടുതലായി ജനങ്ങളുടെ കലാവാസനയെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെയേറെ ത്യാഗം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് മാത്രമാണ് അപ്പൻചേട്ടനെയും ഈ ഒരു മേഖലയിലേക്ക് ഞങ്ങൾ കൈപിടിച്ചു കൊണ്ടുവന്നത്. എന്തായാലും പിന്നെ ഏറെ സന്തോഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉറങ്ങിക്കിടന്ന ആ കുടുംബത്തിൽ കലാഹൃദയത്തിൽ ഉറങ്ങിക്കിടന്ന ആ കലാഹൃദയത്തിൽ നിന്നും ഒരു ഉയർത്തെഴുന്നേൽപ്പ് അതിനുവേണ്ടി അപ്പൻചേട്ടന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു സന്തോഷകരമായ ഒരു വസ്തുത നിലനിൽക്കുകയാണ്. അപ്പോൾ അപ്പൻചേട്ടൻ്റെ മറ്റു വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ ഇവിടെ കുടുംബം എല്ലാവരും ഒന്നിച്ച് തന്നെയാണ് താമസം? അല്ല, ഞാനും വൈഫും മാത്രമേ ഉള്ളൂ. കുട്ടികളെല്ലാം ജോലിയായിട്ട് ഓരോ സ്ഥലത്താണ്. അത് ശരി. ഇവിടെ പിന്നെ നമ്മുടെ ആയന്നൂർ ഞാനും വൈഫ് മാത്രം. അവിടെ പറമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ. അതെ. കൃഷി താല്പര്യമുണ്ടോ? കൃഷി കുറേശ്ശെ, അത്യാവശ്യം കൃഷിയും താല്പര്യമുണ്ട്. ആ കൂടെ LIC ഇതുപോലെ അതിന് LICയുടെ വർക്ക് ഇപ്പം ചെയ്യുന്നുണ്ടോ? LICയുടെ വർക്കുകൾ ചെയ്യുന്നുണ്ടോ ഇപ്പം? ഉണ്ട്. LIC വളരെ ശക്തമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. അക്കൂട്ടത്തിൽ കലാപര പരിപാടിയാണ്. അപ്പം ചേട്ടനെ കണ്ടു കഴിയുമ്പോൾ എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പം ചേട്ടൻ ഏകദേശം എൻ്റെ ഓർമ്മയിൽ തന്നെ ഞാൻ അപ്പൻചേട്ടനെ കാണുന്നത് ഇതേ രൂപത്തിലാണ്. ഇതേ രൂപത്തിൽ എന്ന് പറയുമ്പോൾ ഒരു 10-25 വർഷങ്ങൾക്ക് മുമ്പേ അപ്പൻചേട്ടനെ എനിക്കറിയാം. അന്ന് ഞാൻ കാണുമ്പോഴും അപ്പൻചേട്ടൻ ഇതുപോലെ തന്നെ, ഇപ്പം കാണുമ്പോഴും അപ്പൻചേട്ടൻ ഇതേ രൂപം തന്നെ. അപ്പൻചേട്ടൻ ഇപ്പം വയസ്സ് പറയണമെന്ന് ഞാൻ പറയുന്നില്ല. അത് പിന്നെ എൻ്റെ ഒരു പയ്യനോട് ഒരു 10-15 വർഷം മുമ്പ്, അല്ല ഒരു 10-25 വർഷം മുമ്പ് അവൻ സ്കൂളിൽ പോകുമ്പം എന്നെ അപ്പൻചേട്ടാ വിളിച്ചുകൊണ്ടിരുന്നു. അന്ന് ഞാനിങ്ങനെ ഉണ്ട്, അപ്പൻചേട്ടാ വിളിച്ചുകൊണ്ടിരുന്നു. ഇപ്പം അവൻ എന്നെ അപ്പച്ചാ വിളിക്കാൻ തുടങ്ങി. അപ്പം അവൻ വലുതായി. അവനിപ്പോൾ എന്നെ അപ്പച്ചാ വിളിക്കും. ഞാൻ അമ്മക്കെന്താ, അപ്പൻചേട്ടൻ പ്രായം ആവുന്നില്ല. എന്തോ ദൈവാനുഗ്രഹം എങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. എനിക്കറിയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെൻഷൻ പഠിക്കാൻ തുടങ്ങിയിട്ട് ഒരു 10-15 വർഷമായി കാണും. എന്റെ കണക്കൂട്ടില്ല ഞാൻ പറഞ്ഞത്. അല്ല പിന്നെ ഞാനിപ്പം പിന്നെ അപ്പൻചേട്ടൻ്റെ ഇപ്പോൾ ഈ കവിതാ സമാഹാരം ക്ലബ് ഏതാ പറഞ്ഞേ? ക്ലബ്ബല്ലേ, ധ്വനി ഒരു കൂട്ടായ്മ, വാട്സപ്പ് കൂട്ടായ്മ. ധ്വനി വാട്സപ്പ് കൂട്ടായ്മയുടെ കവിതാ സമാഹാരത്തിൽ അപ്പൻചേട്ടൻ്റെ കവിതകളൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അപ്പൻചേട്ടൻ ഈ കവിത എഴുതുമ്പോൾ
എൻ്റെ ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ വിഷയങ്ങൾ ആസ്പദമായിട്ടായിരിക്കുമല്ലോ നമ്മൾ കവിത എഴുതുന്നത്. ഒന്നുകിൽ അച്ഛൻ, അമ്മ, പ്രകൃതി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും കവിത എഴുതുന്നത്. അതിൽ എന്താണ് ഇതിൻ്റെ അകത്തുള്ള ശരിയായിട്ടുള്ള പോയിന്റ് ഏതാണ്? അല്ല, ഇപ്പം ഞാൻ എഴുതിയിരിക്കുന്നത് ഈ കർക്കിടകത്തിലെ കാലാവസ്ഥയെക്കുറിച്ചിട്ടും ഒരു നിർദ്ധനായ ഒരു കുടുംബത്തിലെ ഒരാൾ അനുഭവിക്കുന്ന വിഷമവും ഒക്കെ കൂടെ ഉൾക്കൊള്ളിച്ചിട്ടാണ് സാധാരണക്കാരൻ്റെ ജീവിതം അതന്നെയാണ് അത് ഒന്ന് പകർത്തിയെടുക്കുന്നു. ഓക്കെ, എന്തായാലും അത് പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞു. അത് പിന്നീട് ഒരു അവാർഡിലേക്ക് എന്തായാലും ആയി വരട്ടെ എന്ന് ആശംസിക്കുക കൂടി ചെയ്യുന്നത്. ഇപ്പോൾ സിനിമയുടെ പരിപാടി അത്ര കാര്യമായിട്ട് പോകുന്നില്ല. പിന്നെ ദൂരെയൊന്നും പോയിട്ട് ഇതാകാൻ കഴിയുന്നില്ല. പിന്നെ ഇപ്പം അടുത്തുള്ളവർ പിന്നെ സുരേഷിനെ അറിയാമല്ലോ, ഈ ജൂനിയറായിട്ട് ഞാൻ പോയിട്ടേ ഇല്ല, പോകാനും ഉദ്ദേശിക്കുന്നുമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ തൊഴിലുറപ്പ് പണി പോലെയാണ്. രാവിലെ പോയിട്ട് അവിടെ ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ ചുമ്മാ അവിടെ നോക്കിക്കൊണ്ടിരുന്നാൽ മതി. വൈകിട്ട് പോകുമ്പോൾ ചില്ലറയും വാങ്ങിക്കൊണ്ട് പോരാ. അതിന് ഞാൻ നിൽക്കാറില്ല, അതിന് ഞാൻ പോയിട്ടുമില്ല. അപ്പോൾ നല്ല വേഷം എന്തെങ്കിലും ആരെങ്കിലും തരുന്നുണ്ടെന്നൊരു വിളിച്ചാൽ ഞാൻ പോകും. അതിപ്പോഴും പോകും. അത് പൈസ നോക്കിയിട്ടല്ല? അല്ല, പൈസ നോക്കിയിട്ടല്ല, ഞാൻ പോകാറുണ്ട്. അപ്പം ചേട്ടാ, പിന്നെ ഇപ്പം നമ്മൾ ഈ കവിതാ സമാഹാരം നമ്മൾ സമർപ്പിച്ചിട്ടുണ്ട്. അത് എഴുതാനുള്ള സാഹചര്യം പറഞ്ഞു. അതിൻ്റെ ഒരു 2 ലൈൻ ആലപിക്കാൻ കഴിയുമോ അപ്പം ചേട്ടാ? ആലപിക്കാൻ എനിക്കത്ര പരിചയമില്ല. ഞാനൊരു സംഗീതജ്ഞനൊന്നുമല്ല. എഴുത്തിലാണ് എഴുതാൻ പറ്റും, വായിക്കാറുണ്ട്. പാടാൻ എനിക്കറിയില്ല. ഒരു 2 ലൈൻ അതിൻ്റെ. ഓക്കെ. കർക്കിടകത്തിലെ പേമാരി തന്നെ പുത്രനാമീർപ്പം അണിഞ്ഞു കിടക്കുമ ചെറ്റപ്പുരയുടെ മൂലയ്ക്കച്ചാക്കിന്മേൽ കാണുന്നതാ ഒരകാല വൃദ്ധനെ പട്ടിണിയാകുമ ഘോര രഹസിൻ്റെ ചുംബനമേറ്റു തളർന്നൊരവശനെ നഗ്നത മാറ്റുവാൻ ത്രാണിയില്ലാതെയാ കൊച്ചു പഴം തുണി ലജ്ജിച്ചു പോകുന്നു. ഈശ്വരൻ മുഴുവനിക്ക് കാണാതെ ഓർമ്മയില്ല. മതി. വളരെ അർത്ഥവത്തായ ലൈനുകളാണ് അതിൽ ഉള്ളിച്ചിരിക്കുന്നത്. അത് വളരെ ട്യൂണോട് കൂടി പാടുകയാണെങ്കിൽ, മറ്റൊരാളുടെ കിട്ടുവാണെങ്കിൽ അതിന് വളരെ ട്യൂണായിട്ട് പാടുകയാണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരാളെ കുറിച്ചിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് അദ്ദേഹം താടിയും മുടിയും, അതായത് ഹിപ്പിയെ പോലെ ഈ താടിയും മീശയും പിന്നെ രക്തമയമൊട്ടും ഇല്ലാത്ത ദേഹവും എന്നും പറഞ്ഞിട്ട് ആണ് ഒരു അവശനായ ഒരാൾ. എന്തായാലും പിന്നെ അപ്പൻചേട്ടൻ ഒരു കാര്യം, A1 ചാനലിലൂടെ അല്ലെ A1 ന്യൂസിൻ്റെ ഈ ബാനറിലൂടെ അപ്പൻചേട്ടനെ ജനങ്ങളുടെ മുന്നിൽ നിന്ന് പരിചയപ്പെടുത്താനും ഇതുപോലുള്ള കലാകാരന്മാരെ ഈ വേദിയിലേക്ക് ഇനിയും കൊണ്ടുവരാൻ ഉള്ളൊരു ശ്രമവും കൂടിയാണിത്. അതിനുവേണ്ടിയുള്ള ഞങ്ങളുടെ ഈ പ്രയത്നത്തിൽ പങ്കാളികളായതിന് ഒരുപാട് നന്ദി. നമസ്കാരം. സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ, കരുവഞ്ചാൽ. NABH പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ISO സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ. മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി 140 ബെഡുകളോടെ 24 മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു. എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, CT സ്കാൻ, അൾട്രാസൗണ്ട് സ്കാനിംഗ്, ലാപ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ, ICU, ലേബർ റൂം, NICU, PICU, ലബോറട്ടറി, മൈക്രോബയോളജി, ഫിസിയോതെറാപ്പി, ഡയാലിസിസ്, ഡെന്റൽ കെയർ, ബ്ലഡ് സ്റ്റോറേജ്, ഡീലക്സ് റൂംസ്, ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ, കരുവഞ്ചാൽ. ഫോൺ 9400 062 912.